എല്ലാവരും മസ്റ്റ് ട്രൈ ചിക്കൻ ഹനീത്ത്. അതെ, സംഭവം ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ, ചിക്കൻ ഹനീത്ത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് ഒരു മസാല പ്രിപ്പയർ ചെയ്യാണ്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തത് ഏലക്ക, 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1/4 ടേബിൾ സ്പൂൺ കണക്ക് ചെറിയ ജീരകം, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തതും 2 മാഗി ക്യൂബ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് 2 കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. പിന്നെ പരമാവധി ഇളയ ചിക്കൻ വാങ്ങാൻ നോക്കുക. ഇളയെന്ന് പറഞ്ഞാൽ മൂപ്പ് കുറഞ്ഞ ചിക്കൻ. നമ്മൾ വാങ്ങിയ ചിക്കനെ കുറച്ച് മൂപ്പ് കൂടുതലായിരുന്നു. എന്നിട്ട് നമ്മളത് കുക്ക് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മളൊരു കഷായം ഉണ്ടാക്കി തരുമല്ലേ, ഏതാണ്ട് അതിൻ്റെയൊക്കെ മണം എടുക്കുന്ന പോലെ നമുക്ക് തോന്നൂട്ടാ. ഒന്നല്ല, അങ്ങനത്തെ ഒരു മണമാണ് വരിക. ചിക്കൻ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ മാറ്റിയെടുക്കാം. ഇനി ഈ മാറ്റി വെച്ച ചിക്കൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് തികച്ച ഓപ്ഷനിലാണ്. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങ നീരും ഓയിലും കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അത് ഈ വേവിച്ചെടുത്ത ചിക്കന് മുകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇങ്ങനെ വേണ്ടാത്തവർ ജസ്റ്റ് വെറുതെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപാടി നമ്മളൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇനി റൈസിൻ്റെ പരിപാടിയാണ് ചെയ്യാനുള്ളത് കേട്ടോ. നമ്മൾ പോട്ടിലാണ് ചെയ്യുന്നത്, കുക്കറിലും ചെയ്തെടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 2 മീഡിയം സൈസ് സവോള ഒന്ന് വഴച്ചെടുത്തതിന് ശേഷം 3 മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അതിലേക്ക് നാരങ്ങ നീര്, 1 ലെമണിൻ്റെ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ റൈസിന് വേണ്ട വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റോക്കൊക്കെ പാടെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. റൈസിന് നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ളത് 1 കപ്പ് റൈസിന് 1.25 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളകും ഇങ്ങനെ വെച്ചെടുത്ത് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കുക്കറിലാണ് ചെയ്യുന്നത് വെച്ചാൽ 1 വിസിൽ അടിച്ചാൽ മതി. അപ്പോഴേക്കും ചോറ് വേവും സോക്ക് ചെയ്തതാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതാ നമ്മൾ ചിക്കൻ വെറുതെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റിലായിട്ട് തോന്നില്ല. പക്ഷെ ചിക്കനും റൈസും ആ സ്പെഷ്യൽ തക്കാളി ചട്നിയും കൂടെ കൂടിയിട്ടൊരു പിടിയങ്ങ് പിടിച്ചാൽ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. മയണൈസ് പിന്നെ നമ്മൾ വെറുതെ ഉണ്ടാക്കിയതാണ്, പക്ഷെ ഇതിനോടുള്ള കോമ്പിനേഷൻ ഈ തക്കാളി ചട്നി തന്നെയാണ്. അതിൻ്റെ റെസിപ്പി നമ്മൾ വേറെ ആഡ് ചെയ്യാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി ചിക്കൻ ഹനീത്ത് സെറ്റാണ്.